കുറേ നാളുകൾക്ക് ശേഷം രാവിലെ സാധാരണ 9:45 കടയിൽ പോകണമെങ്കിൽ നമ്മൾ എണീക്കുന്ന 9:35. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുളിമുറിയും ടോയ്ലറ്റും വരുന്ന ഒരുമിച്ചാണ്. ഞാനാണെങ്കിൽ ഇന്നലെ താമസിച്ച് എണീച്ചിട്ട് കുളിമുറിക്കകത്ത് കയറിയിട്ട് പല്ല് വെച്ചിട്ടാണെങ്കിലും കുളിമുറാളത്തിൽ ഇറങ്ങി വന്നപ്പോൾ ബ്രഷാണെങ്കിൽ കുളിമുറി വെച്ച് മറന്നുപോയി. പിന്നെ ഇന്ന് നിന്നിട്ടാണെങ്കിൽ ആ ബ്രഷ് എടുക്കാൻ മനസ്സിലിരുന്നില്ല. അങ്ങനെ രാവിലെ എണീച്ചിട്ട് പക്കാലെ പോയത്തെ ബ്രഷ് കിട്ടി. പക്ഷേ ഞാൻ ലക്ഷ്യമിട്ടത് നമ്മളെന്നും പോകുന്നൊരു ബക്കാലുണ്ട് അപ്പുറത്ത്. അവിടെ പോകാൻ വേണ്ടിയിട്ട് എണീച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ പൂട്ടിയിട്ടേക്കുന്നത്. പിന്നെ അപ്പുറത്തേക്ക് പോയി. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളസംഗീതമായിട്ട് തോന്നും. പക്ഷേ ഇത് കൊള്ളസംഗീതമല്ല. ഇതാണ് നമ്മുടെ റൂം. അല്ല, ഇതല്ല റൂം. ഇത് റൂമിൽ പോകുന്ന വഴിയാണ്. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ റൂം. ഇനിയിപ്പം ഒരു 2 ദിവസത്തേക്ക് പല്ലത്തേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ വലിയേക്കാം. ഇവിടുത്തെ സെറ്റപ്പ് കാണിച്ചിട്ട് ഭയങ്കര വലിയ സെറ്റപ്പ് പോലെ ഭയങ്കര ലോക്കൽ സെറ്റപ്പാണ്. കണ്ടിട്ട് ഞെട്ടരുതാരും. ഇതാണ് നമ്മുടെ റൂം. ഞാൻ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ചെപ്പുകല്ലിന് അടിയിട്ട് അവിടെ 2 പേര് കിടന്നുറങ്ങുന്നുണ്ട്. ഭയങ്കര ഒരു എന്തുവാ ഒരു ഭാർഗവി നിലയം സെറ്റപ്പാണ് ഇവിടെ. ഇതാണ് എൻ്റെ ബ്രഷ് ചീത്തയാക്കി കളഞ്ഞ കുളിമുറി. ഇനിയിപ്പം പല്ല് കേൾക്കാം. പേസ്റ്റ് എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ പോയി പേസ്റ്റ് എടുത്തുകൊണ്ട് വരാം. പല്ല് തേക്കാം. അങ്ങനെ കുളിയും പല്ല് വേണ്ട നമ്മൾ കട ഉറക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഇന്നും തുറക്കുന്ന 9 പക്ഷേ വെള്ളിയാഴ്ചകളിൽ മാത്രം 9 മണി തുറക്കണം. അങ്ങനെ നമ്മൾ കട തുറന്നിട്ടുണ്ട്. ശരിക്കും ഇതാണ് കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, മീൻ കട തന്നെയാണ് ഇത്. മറ്റേ സാധാരണ മീൻ വിൽക്കുന്ന കടയല്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മീൻ എടുത്തിട്ട് ഇവിടെ തന്നെ പൊരിച്ചിട്ട് ഇവിടെ തന്നെ കയ്യിൽ സെറ്റപ്പാണ്. പൂരി ഒരു സെറ്റ്, പൊറോട്ട ഒരു സെറ്റ് പൊറോട്ട, ഒരു പാവ്. കടയിലാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ദിവസം ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് പറയുമ്പോഴത്തേക്ക് തെറ്റിപ്പോയി. ചുമന്ന കടയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് ഫൈസലിൻ്റെ റബ്ബാബ്. ഇന്ന് ഇഡലി എടുത്തു വെച്ചില്ല ഭാഗ്യത്തിന്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞ നാളെ തൊട്ട് വേണ്ടെന്ന്. നിനക്ക് പൊറോട്ട സന്തോഷമായില്ലേ? ഞാൻ ശരിക്കും ആദ്യം ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ മാർക്കറ്റിൽ ഇവർക്ക് മീൻകടയുണ്ട്. ആ മീൻകടയിലോട്ടാണ് ഞാൻ വന്നത്. ഞാൻ വന്ന് എൻ്റെ ഐശ്വര്യം കൊണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ വന്ന് 3-ൻ്റെ അന്ന് ഹൈലിലെ മാർക്കറ്റ് ഫുള്ള് പൂട്ടി. എന്നിട്ട് അവിടെ പുതിയ ബിൽഡിംഗ് പണിയാനായിട്ട് മാർക്കറ്റ് ഫുള്ള് പൂട്ടി. എന്നിട്ട് കട അവിടുത്തെയും പൂട്ടി. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ പിന്നെ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ഈ കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മീനെടുത്തിട്ട് ഇവിടെ തന്നെ വെട്ടി വൃത്തിയാക്കിയിട്ട് ഇവിടെ തന്നെ ഇരുന്ന് പൊരിച്ച് കൊടുത്ത് ഇവിടെ തന്നെ ഇരുന്ന ആളുകൾ കഴിക്കുന്ന സെറ്റപ്പാണ്. ഇവിടുത്തെ എൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ സെയിൽ ചെയ്യേണ്ട. ലാംഗ്വേജ് പറഞ്ഞുകൊണ്ട് സെയിൽ ചെയ്യേണ്ട. ഇവിടെ സെയിൽ ചെയ്യാറുണ്ട്. അവിടുന്ന് സെയിൽ ചെയ്തിട്ട് കട്ടിംഗ് ബോഡി മീൻ വരും. ആ മീനാണെങ്കിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് കിച്ചണിൽ കൊടുക്കണം. അതാണ് എൻ്റെ ജോലി. ഇവിടെ നമ്മൾ മൊത്തം ഇപ്പോൾ ഒരു 5 പേരുണ്ട്. ഒന്ന് സെയിൽ ചെയ്യാനുള്ള, പിന്നെ കട്ട് ചെയ്യാൻ 2 പേര്, പിന്നെ കിച്ചണിലെ 2 പേര്. ഇനിയിപ്പം വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ തിരക്കില്ലാത്തത്. ഇനിയിപ്പോൾ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും നല്ല തിരക്കാവും. ഇവിടുത്തെ എൻ്റെ കൂടെയുള്ള ചെറുക്കൻ, ഇവനെ പെരുന്നാളിന് നമ്മൾ കണ്ടിരുന്നത്. പണിയാ ഫോണിൽ കളിക്കാതെ. ഇതാണ് നമ്മുടെ കിച്ചൺ.
പറഞ്ഞിട്ട് പള്ളിയിൽ പോകണം. ഇനിയിപ്പം നമുക്കൊന്ന് ഡ്രസ്സ് മാറിയിട്ട് പള്ളിയിൽ പോകണം. രാവിലെ കുളിക്കുന്നതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ നമ്മൾ രാവിലെ കുളിക്കും. എന്നിട്ട് പിന്നെ 12 മണിയാകുമ്പോൾ ഡ്രസ്സ് മാറിയിട്ട് നേരെ പള്ളിയിൽ പോകത്തുള്ളൂ. പിന്നെ കുളിക്കാൻ നിൽക്കില്ല. ഡ്രസ്സ് മാറി യവനാണ് എന്നും പള്ളിയിൽ പോകാൻ താമസിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഓടും. വായിക്ക പള്ളി പോകാ എടാ ഇറങ്ങി വാ. താമസിക്കില്ല ഇറങ്ങി വാ. ഒരു മാസം നാട്ടിൽ പോയി വന്നപ്പോ 50 കിലോ ഉള്ളു. മുതലാളി ഒരു മാസം കൊണ്ട് 10 കിലോ ഓടി. 10 അല്ലട ഓട്ട 57 ഉള്ളൂ. എന്നിട്ട് പറഞ്ഞ 2 പെറോട്ടോ ഒരു ചായ. ഒറ്റ മാസം കൊണ്ട് 10 കിലോ ഓടിയാ. പോടാ 10 അല്ല. നിനക്ക് ഞാൻ കാര്യം പറഞ്ഞ മനസ്സിലാക്കി തരാം. ഇന്നലെ ആണെങ്കിൽ നമ്മള് ഗുൽത്തിക്കാരന്റെ മറ്റേ സാധനം സിലോപ്പി അത് കൊണ്ടുവരുന്ന എല്ലാം തികഞ്ഞവനെ സമ്മതിച്ച് നാക്ക് പഠിക്കാതെ. എടാ അത് ഞാൻ നാട്ടിൽ കുളിച്ചിട്ടുണ്ട്. നാക്ക് പഠിക്കാൻ പള്ളി നല്ലൊരു ദിവസമായിട്ട് പറയും. അവന്റെ ത്രാസിൽ നമ്മൾ കേറി ചെന്നപ്പോഴത്തേക്ക് 57 കിലോ. അവന്റെ ത്രാസിൽ 57 കിലോ അടിച്ചു. സിറ്റി ഫ്ലവർ ത്രാസിൽ 90 കിലോ അടിച്ചത്. 10 കിലോ എങ്ങും കൂടിയില്ല. എന്റെ രാവിലെ നോക്കി 57 കിലോ. അവിടെ പോയി നോക്കിയപ്പോ 60 കിലോ. ചോറ് കഴിച്ചിട്ട് പോയിന്റെ അത് നിന്റെ ഒന്നും പറഞ്ഞു. പോടാ നമ്മളെ നിസ്കരിച്ചിട്ട് വരാം. അവൻ ആള് ശരിയല്ലോ. അവൻ നിന്റെ വീടല്ലോ വർക്കല നടാറേ. അവരെ പഞ്ചായത്ത് പ്രസിഡന്റ് നാട് നന്നാക്കുന്നതിന്റെ ഭാഗമായിട്ട് കയറ്റി വിട്ടതാ ഇങ്ങോട്ട്. ഇവിടെ നിന്ന് ഹൈല് പിഴച്ചു പോയി. ഇപ്പൊ നിന്ന് മര്യാദിക്കാൻ നോക്കും. നീ നാക്ക് വായിൽ അടക്കിയിടുന്നു. വേളമ്പോ പഞ്ഞു വേളമ്പോ. ഈ സുൽത്താനൊക്കെ എന്റെ കൂടെ വന്ന് നശിച്ചല്ല നല്ലൊരു നീ വന്നതിന് ശേഷം ഹൈല് നശിച്ചത്. ഞാൻ പറയട്ടെ, സത്യം പറയല്ലേ, ഞാൻ വന്ന സമയത്ത് എന്ത് നല്ല പയ്യനായിരുന്നു. ഒരു കൊട്ടാരക്കര കെട്ടിയെടുത്ത് തൊലഞ്ഞു. അതിൽ എവിടെ നോക്കിയാലും ഈ വേടെ പേര് മാത്രമേ ഉള്ളൂ. ഏത് സൗദി ഒന്ന് ചോദിച്ചാലും ഇവന്റെ പേര് ആരും ഒന്നും സംസാരിക്കരുത്. ഈ പള്ളി പിരിഞ്ഞിട്ട് ബാക്കി ഓക്കെ അത് നിസ്കരിക്കാം. അപ്പം നമുക്ക് നിസ്കരിച്ചിട്ട് വരാം. ഫൈസർ പറയുന്നിടത്ത് ചെരുപ്പോലൂടെ തോടും. ഇവിടെ ഇട്ടേക്കാം. ഞാൻ സുന്നത്തിസ്കരിച്ചിട്ട് ഇങ്ങനെ ഞാൻ വെള്ളമില്ല. അതേപോലെ അളിയാ വെള്ളമില്ലല്ലോ. ഓസിന് വന്ന് ആസന അടിച്ചിട്ട് ടീമുകളെ ഫ്രണ്ടിൽ കൊണ്ട് നൊയമ്പിന് ഞാൻ വന്നപ്പോഴേ നൊയമ്പിനാണെങ്കിൽ ഒരു 4 കുപ്പി വെള്ളമൊക്കെ കൈ പിടിച്ചോണ്ട് വലിഞ്ഞു കൊടുത്തു. യവൻ പോകുന്നു നൊയമ്പ് കുടിക്കും. അതുമില്ല. അന്നേരം അവിടെ പോയിരുന്നു കുടിക്കും. 4 വെള്ളം എടുത്തെന്ന് പറയും. ഇതില് 3 വെള്ളം കൊണ്ട് അവരാണ് എല്ലാം എടുത്ത നീ തന്നെ. നമ്മുടെ ഗുണ്ടു അവൻ നമ്മുടെ മുട്ടയാണ്. നമ്മുടെ കൂടെ കടയിക്കുന്ന. അപ്പൊ ശരി, അടുത്ത വെള്ളിയാഴ്ച കാണുക ചേട്ടാ. ഓക്കെ, നമ്മൾ അടുത്തടുത്ത കടയിലാണേലും നമ്മൾ കാണുന്ന വല്ലപ്പോഴും ആയിരിക്കും കേട്ടോ. അവന് നിനക്ക് പിന്നെ സുഖമല്ലേ, കൗണ്ടർ ഇരുന്നാ അതില്ല. നമുക്ക് മീൻ വെട്ടണം. ഓടാ ഡ്രസ് മാറണം. അതോ വന്നിട്ട് അവിടെ കയറിയിട്ട് പോയി മാറാം. വീഡിയോ ഒക്കെ വലിച്ച് ചെയ്യുന്നല്ല, സിഗരറ്റ് ഒക്കെ വലിച്ച് സിഗരറ്റ് ഷെരീഫിക്ക ഫോൺ ഷൂബോയ്. പള്ളി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നേരെ കടയിൽ കയറിയിട്ട് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. അതിൻ്റെ പോയി 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് റൂമിലോട്ട് വന്ന് ഡ്രസ്സ് മാറാനായിട്ട്. ഡ്രസ്സ് മാറി തിരിച്ച് കടയിൽ പോകണം. ഡ്രസ്സ് മാറി ഇനി നേരെ കടയിലോട്ട്. സംഭവം പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കടയ്ക്കകത്തുനിന്ന് വീഡിയോ എടുക്കാൻ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും അത്യാവശ്യം. ഇനിയിപ്പോൾ നമുക്ക് കടയിൽ പോകാം. ഇപ്പോൾ ഏതാണ്ട് 2-2:30 ആയിട്ടുണ്ട്. ഇനി പോയി ഫുഡ് കഴിക്കണം. ഇതൊരു മീറ്റിംഗ്. ഇത് ആകപ്പാട് 4-3-7 പേരെ കാണത്തുള്ളൂ. പേടിക്കണ്ട. ഇടാ നമ്മിങ്ങനെ ഫുഡ് കഴിക്കാം. ഇവിടെ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ ബിരിയാണി. ബാക്കിയുള്ള ദിവസത്തേക്ക് ബാക്കിയുള്ള ദിവസം ഫുഡ് എങ്ങനെ ഉണ്ടോ? അടിപൊളിയാ. അതിനി ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം.
അപ്പം ആദ്യം നമുക്കിത് കഴിക്കാം. ശരി എൻ്റെ മാമ കഴിച്ചിട്ട് പോയല്ലേ. അപ്പുറത്തെ ശുഭകുട്ടനാണെങ്കിൽ ഭാര്യയായിട്ട് ഭയങ്കര സൊള്ളത് 24 മണിക്കൂറേ ഉള്ളൂ. അത് തന്നെ ഉണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 1 മണിക്കൂറത്തെ റെസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് പോയി കിടന്ന് ഉറങ്ങിയിട്ട് വരാം. ഇപ്പം സമയം 7 മണിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വന്ന് 1 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് എണീച്ചപ്പോഴത്തേക്ക് എങ്ങനെ 7 മണിയായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് ഓരോരുത്തരായിട്ടാണ് റെസ്റ്റിന് വന്നത്. ഇന്നിപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആവുന്നത്. ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് 5:45-6 മണിയായിരുന്നു. ഇനിയിപ്പം നേരെ കടയിൽ പോകണം. കടയിൽ പോയിട്ട് കടിച്ചായിട്ട് കുടിക്കണം. എന്നിട്ട് കസ്റ്റമർ ആരെങ്കിലും വരും, പിന്നെ അവരുടെ നോക്കണം. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കട അടയ്ക്കുന്ന 12 മണിയാകുമ്പോഴത്തേക്കാണ്. അപ്പോൾ ഇനി നേരെ കിച്ചണിൽ പോയിട്ട് ഒരു കട്ടൻ ഇട്ട് കുടിക്കാം.